പിന്നെ ദൂരെയായിട്ട് അവിടെ ഒരു ചെറിയൊരു പർവ്വതം, ചെറുതല്ല അത്യാവശ്യം വലിയൊരു പർവ്വതമാണ്. അപ്പോൾ അവിടെ മഴ പെയ്യുമ്പോൾ വെള്ളം കുത്തിയൊലിച്ച് വരുന്ന ചെറിയൊരു അരുവിയാണിത്. മഴയത്ത് മാത്രമേ ഇതിൽ വെള്ളം ഉണ്ടാകത്തുള്ളൂ. പ്രത്യേകിച്ച് വേനലിൽ മൊത്തത്തിൽ വറ്റി വരണ്ട് കിടക്കുന്ന ഒരു അരുവിയാണ്. പിന്നെ ഇന്നലെ വൈകുന്നേരം ഞാൻ കാണിച്ചായിരുന്നു എൻ്റെ ആ ഭാഗത്തൂടെയൊക്കെ ഒരുപാട് പശുക്കളൊക്കെ തിരിച്ചു പോകുന്നത്. അതിവിടെ മേയ്ക്കാൻ കൊണ്ടുവരുന്നതാണ്. പിന്നെ ഇന്നലെ ഒരു 8:30 മണിയൊക്കെ ആവും. ആ ഒരു സമയത്ത് എന്തോ ഒരു മൃഗം ഏതാണ്ട് ഈ ഒരു ഭാഗം വരെ വന്നു കേട്ടോ. ഈ ഒരു ടെൻറ്റിൻ്റെ അടുത്ത് വരെ വന്നിട്ട് പെട്ടെന്ന് പേടിച്ചിട്ട് മുകളിലോട്ട്, എനിക്ക് തോന്നുന്നു പശു തന്നെ ആയിരിക്കണം. കാരണം ഈ മേയ്ക്കാനായിട്ട് കൊണ്ടുവന്ന പശുക്കളൊക്കെ ചിലപ്പോൾ പിന്നെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് കിടക്കും. അപ്പോൾ അങ്ങനെ രാത്രി ആയപ്പോഴുതാണ്ടോ ഇവിടെ ചെറിയൊരു തെട്ടിയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ ടെൻറ്റിൻ്റെ ഏതാണ്ട് ഈ ഒരു ഭാഗം വരെ എത്തി. അപ്പോഴാണ് അത് പെട്ടെന്ന് ഇത് കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് അത് പേടിച്ചിട്ട് നേരെ മുകളിലോട്ട് ഓടിക്കയറിയിട്ട് അവിടെ നിന്ന് കുറേ നേരം നോക്കിയിട്ട് അങ്ങ് പോയി. പശു തന്നെ ആവണം. ഇത് തൊടലിപ്പഴമാണ്, ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളത്. താഴെ ഒരുപാട് വീണ്ടും കിടപ്പുണ്ട്. പക്ഷികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഇത് നമുക്ക് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അവിടെ നിന്ന് ഒരു കീരി ഇങ്ങനെ ഓടി വന്നു. കുറച്ച് ഇതാണ്ട് അവിടെ ഒരു പൊന്തയല്ലേ, അവിടെ വന്ന് എന്നെ കുറേ നേരം നോക്കി നിന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് കയറിപ്പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ദോശയുടെ മണം തട്ടിയിട്ടാണ് ആശാൻ വന്നത്, കാറ്റങ്ങോട്ടായതുകൊണ്ട്. അപ്പോൾ ഇനി ഒരു 2-3 ആഴ്ച എന്തായാലും ദോശ തന്നെ, വേറെ ചാൻസേ ഇല്ല.